ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു പാറ്റ കഥ പറയാം. 3 സ്ത്രീകൾ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണത്തിന് ഓർഡർ നൽകിയ ശേഷം പല വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിലൊരാൾ സന്ദർഭവശാൽ പാറ്റയെ സംബന്ധിച്ചുള്ള ചില കൗതുക വൃത്താന്തങ്ങൾ പങ്കുവച്ചു. അതിവേഗം സഞ്ചരിക്കാൻ കഴിവുള്ള പാറ്റ മണിക്കൂറിൽ 3 മൈൽ വേഗത്തിലോടുമെന്നും സെക്കൻഡിൽ 25 തവണ ദിശ മാറ്റുമെന്നും ഒക്കെയുള്ള വിവരങ്ങളായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പാറ്റ ഈ സ്ത്രീയുടെ മടിയിലേക്ക് ഓടിക്കയറി. പാറ്റയെ കണ്ട് മറ്റു 2 സ്ത്രീകളും വായും പൊളിച്ചിരിക്കെ ഈ സ്ത്രീ പെട്ടെന്ന് കസേരയിൽ നിന്നും പിടഞ്ഞുണീറ്റ് തുള്ളാൻ തുടങ്ങി. എങ്ങനെയും തന്റെ ശരീരത്തിൽ നിന്ന് പാറ്റയെ തെറിപ്പിച്ച് കളയാനുള്ള വെപ്രാളത്തിനിടെ പാറ്റ തെറിച്ചു വീണത് മറ്റൊരു സ്ത്രീയുടെ കൈയിലായിരുന്നു. പെട്ടെന്ന് അവരും അലറി വിളിച്ചുകൊണ്ട് കൈ കുടയാൻ തുടങ്ങി. പാറ്റ തെറിച്ച് അടുത്ത സ്ത്രീയുടെ അരികിലായി മേശപ്പുറത്ത് വീണു. നാടകീയ സംഭവങ്ങൾ ഇങ്ങനെ തുടരവേ വെയിറ്റർ ഓടിയെടുക്കുകയും മേശപ്പുറത്ത് നിന്ന് പാറ്റയെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ദൂരെ കൊണ്ടുപോയി കൊന്നുകളയുകയും ചെയ്തു. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 14-ാം അധ്യായം ഈ പാറ്റ കഥയിലൂടെ തുടങ്ങിയത് നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ലഹരി വ്യാപനത്തിൽ നമ്മുടെ പ്രതികരണം എന്താവണം എന്ന് സൂചിപ്പിക്കാനാണ്. പാറ്റാക്കഥ പറഞ്ഞു തരുന്നത് 2 തരത്തിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തേത്, അതായത് സ്ത്രീയുടെ റിയാക്ഷനായിരുന്നു. റിയാക്ഷൻ ഇൻസ്റ്റിങ്റ്റീവാണ്, അതായത് നൈസർഗികമായി ഉണ്ടാകുന്നതാണ്. വെയിറ്ററിന്റേത് റെസ്പോൺസ് ആയിരുന്നു. അത് കുറച്ചുകൂടി പ്രായോഗികമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ലഹരിക്കെതിരെ നാടൊട്ടുക്ക് കൈകോർത്ത് പിടിക്കുമ്പോൾ അത് റിയാക്ഷൻ ആവരുത്, റെസ്പോൺസ് ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചത്. ഒരാളോട് ദേഷ്യം തോന്നുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോൾ, സ്ട്രെസ് തോന്നുമ്പോൾ ഒക്കെ ഇത് ബാധകമാണ്. ക്വിക്ക് റിയാക്ഷനാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വരെ നമ്മോട് ചെയ്യുന്നത്. ആ ക്വിക്ക് റിയാക്ഷനിലൂടെയാണ് ഇവർ നമ്മുടെ പണം അപഹരിക്കുന്നത്. മറിച്ച് സ്റ്റിമുലിക്കും റെസ്പോൺസിനും ഇടയിലുള്ള ആ ഗ്യാപ്പിലാണ് പ്രായോഗികമാണോ അല്ലയോ എന്ന ചിന്ത ഉടലെടുക്കുക. അങ്ങനെ ചിന്തിച്ച് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലഹരി വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കൂ. കേരളത്തിലെ ഓരോ പഞ്ചായത്തും അസോസിയേഷനുകളും ലഹരിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു തുടങ്ങി എന്നത് വളരെ പോസിറ്റീവായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റ് വരെ ഉണ്ടായി എന്നത് നാട്ടുകാർ ഇതെത്ര ഗൌരവമായി വിഷയത്തെ സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കഞ്ചാവ്, MDMA മുതലായ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും എവിടെ കണ്ടാലും നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടികിട്ടും. ഇക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്കും ഈ അടി ബാധകമാണ്. കോഴിക്കോട് ജില്ലയിലെ മരുതോങ്കര പഞ്ചായത്തിൽ നിന്നാണ് രാസലഹരിക്കെതിരെയുള്ള അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് ജനകീയ ജാഗ്രത സമിതികൾ യോഗം ചേർന്നാണ് ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചത്. MDMA, കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്തി പോലീസിനെ വിവരം അറിയിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് ലഹരിയുടെ ഉറവിടം സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് 10,000 രൂപയാണ് പാരിതോഷികമായി നൽകുക എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിനെ പൂർണ്ണമായി ലഹരിമുക്തമാക്കുക എന്നതാണ് ഇതുവഴി ഇവരും ലക്ഷ്യമിടുന്നത്. വിവിധ പഞ്ചായത്തുകളും ജനകീയ സമിതികളും ഇത്തരത്തിൽ വ്യാപകമായ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ സമീപനത്തിലൂടെ മാത്രമേ രാസലഹരിയിൽ ഇല്ലാതാവുന്ന നമ്മുടെ നാടിനെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമീപനം വെറും റിയാക്ഷൻ ആവരുത് എന്നാണ് പാറ്റ കഥയിലൂടെ പറഞ്ഞു തുടങ്ങിയത്. ഓരോ പഞ്ചായത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കൂട്ടായ്മകളും എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്ന് അറിയാൻ ഞങ്ങൾക്കും താൽപ്പര്യമുണ്ട്. കാരണം സ്പെഷ്യൽ ന്യൂസിന്റെ 14 അധ്യായങ്ങൾ മയങ്ങല്ലേ മക്കളെ എന്ന ഈ പരമ്പരയിലൂടെ മുന്നോട്ട് പോവുകയാണ്. വിവിധ തലത്തിലുള്ള വിദഗ്ധ അഭിപ്രായങ്ങളിലൂടെ, വിവിധ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ആശയ രൂപീകരണം കൂടിയാണ് ഈ സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ ഉദ്ദേശം. ഇപ്പോൾ 2-3 പഞ്ചായത്തുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ അസോസിയേഷനുകളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുകൂടി ഞങ്ങളെ അറിയിക്കുക. അതായത് ഇപ്പോഴത്തെ ആവേശം കൊണ്ട് ഉണ്ടാകുന്ന ക്വിക്ക് റിയാക്ഷൻ മാത്രമാകരുത് നമ്മുടെ ഇടപെടൽ. ഇത് തുടരുക തന്നെ വേണം. നിരന്തരം യോഗം ചേർന്ന് ജാഗ്രതാ സമിതികൾ ഉണർന്നിരിക്കണം. ഒപ്പം നാടിനെ ഒരുമിച്ച് നിർത്തുന്ന കലാകായിക പ്രവർത്തനങ്ങൾ എന്തെന്ന് ആലോചിക്കണം.
കോബ്രകൈ സീരീസിൽ സേവ് ദി എഗ് എന്നൊരു കരാട്ടെ തന്ത്രം ഒരു സെൻസെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. 10-14 കുട്ടികൾക്ക് ഓരോ പക്ഷിമുട്ട വീതം നൽകുന്നു. അതേതു വിധേനയും സംരക്ഷിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. ഓരോ കുട്ടികളും പലയിടങ്ങളിലായി മുട്ട ഒളിപ്പിച്ചു വെക്കുന്നു. ചിലർ മണ്ണിനടിയിൽ, ചിലർ പോക്കറ്റിൽ, വേറെ ചിലർ കൂടയ്ക്കുള്ളിൽ. ഒരു കുട്ടി കോഴി അടയിരിക്കും പോലെ ഇരുന്നു. പക്ഷെ സെൻസെ എല്ലാവരുടെയും മുട്ടയും കണ്ടുപിടിച്ച് പൊട്ടിച്ചു കളയുകയായിരുന്നു. ഇതല്ല മുട്ടകൾ സംരക്ഷിക്കാനുള്ള ഫലപ്രദ മാർഗമെന്ന് സെൻസെ പറയുന്നു. അപ്പോഴാണ് ഒരു കുട്ടിക്ക് ആശയം തോന്നിയത്. എന്തുകൊണ്ട് മുട്ടകളെല്ലാം ഒരു കൂടയിലാക്കി ഒരാൾ കൈവശം വയ്ക്കുക, അയാൾക്കു ചുറ്റും ബാക്കിയുള്ളവർ കവചം തീർക്കുക, സെൻസെ ആക്രമിക്കാൻ വരുമ്പോൾ വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് നേരിടുക. ആ ആശയം ശരിക്കും ഫലപ്രദമായി. ഒറ്റക്കെട്ടായി നിന്ന് മുട്ടകൾ സംരക്ഷിച്ച ആ ആശയമാണ് ലഹരിക്കെതിരെ നമ്മളും പ്രാവർത്തികമാക്കേണ്ടത്. നമ്മുടെ കുട്ടികളാണ് ഇവിടെ മുട്ടകൾ. അവർക്ക് ചുറ്റും കവചം തീർക്കേണ്ടത് സമൂഹമാണ്.